ഈ മാസം ജൂൺ 12-നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിമാന ദുരന്തം ഉണ്ടായത്. എയർ ഇന്ത്യയുടെ ലണ്ടനിൽ പോകുന്ന ഡ്രീം ലൈൻ വിമാനമാണ് ടേക്ക് ഓഫിന് കുറച്ചു മിനിറ്റ് കഴിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അഹമ്മദാബാദിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മേലിൽ പതിച്ചത്. 240-ലധികം പേർ ജീവനൊഴിഞ്ഞ ആ അപകടത്തിൽ മലയാളിയായ രഞ്ജിതയും ഉണ്ടായിരുന്നു എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് അതിദുഃഖകരമായ വാർത്തയും. 2 കുട്ടികളും ക്യാൻസർ രോഗിയായ അമ്മയും അടങ്ങുന്ന കുടുംബത്തിലെ ഏക അത്താണി കൂടിയായിരുന്നു രഞ്ജിത. വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചനം നേടിയ രഞ്ജിത 2 മക്കളെയും അമ്മയെയും നല്ല രീതിയിൽ നോക്കുവാൻ വേണ്ടിയാണ് വിദേശത്തേക്ക് പോയതും. അതെ, വീടിന്റെ ഏക പ്രതീക്ഷ കൂടിയായിരുന്നു രഞ്ജിത. 2014-ൽ സലാലയിൽ നേഴ്സായി ജോലി തുടങ്ങി. അതിനിടെ PSC പഠനം പൂർത്തിയാക്കി 2019-ൽ ആരോഗ്യവകുപ്പിൽ ജോലി കിട്ടി. സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ തുടർന്ന് രഞ്ജിത അവധിയെടുത്ത് വീണ്ടും വിദേശത്തേക്ക് പോവുകയായിരുന്നു. 7 മാസം മുമ്പാണ് ലണ്ടനിലേക്ക് മാറാൻ തീരുമാനിച്ചതും. മകൾക്കൊപ്പം കഴിയണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു രഞ്ജിത. കൂടാതെ തന്റെ മുടങ്ങിക്കിടന്ന വീടുപണി എത്രയും പെട്ടെന്ന് തീർക്കണം എന്നൊരു ആഗ്രഹം കൂടി രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. വീടുപണി പൂർത്തിയായാൽ നാട്ടിൽ തിരികെ എത്തി സർക്കാർ ജോലിയിൽ വീണ്ടും പ്രവേശിക്കുവാനിരിക്കുകയായിരുന്നു രഞ്ജിത. അപ്പോഴാണ് ഈ അപകടം കാർന്നെടുത്തതും. ഇപ്പോൾ ഇതാ രഞ്ജിതയുടെ കുടുംബത്തെ തേടി മറ്റൊരു ദുഃഖകരമായൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. ഇതുവരെ 217 മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിയുവാൻ സാധിച്ചു. തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. അതേസമയം അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. രഞ്ജിതയെ ഉടൻ തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രഞ്ജിതയുടെ സഹോദരനടക്കം അവിടെ തങ്ങുകയാണ് ഇപ്പോഴും. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.